ലക്ഷത്തിൻ്റെ മീതെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. പക്ഷേ ഇത്തവണ ആ ചരിത്രം തിരുത്തി കുറിക്കും. UDFന് അതിശക്തമായ ഒരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം കണ്ടിട്ടുള്ളത്. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ച ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. 2 മന്ത്രിമാരുണ്ടായിട്ടും പാലക്കാട് ജില്ലയിലെ കർഷകരുൾപ്പെടെയുള്ള പൊതുസമൂഹത്തിന് ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് വിരുദ്ധ വികാരം ഒരു ഭാഗത്തും, അതുപോലെ LDFന് നേതൃത്വം നൽകിയിട്ടുള്ള CPMലെ അന്തഛിദ്രവും അഭിപ്രായ വ്യത്യാസവും അതിരൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ. അതിൻ്റെ പ്രതിഫലനവും വളരെ ശക്തമായിട്ടുണ്ടാകും. പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല കേന്ദ്രങ്ങളിലും വലിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരിക. കഴിഞ്ഞ തവണത്തെ പോലെ വലിയ മൃഗീയ ഭൂരിപക്ഷം ഈ ജില്ലയിൽ ഒരു സീറ്റിൽ പോലും CPMനുണ്ടാകില്ല. 12-ൽ 7 സീറ്റെങ്കിലും ചുരുങ്ങിയത്. അത് കൂടുതൽ ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇനി അതിലും കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 12-ൽ 7 സീറ്റെങ്കിലും UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. തീർച്ചയായിട്ടും അവരുടേതായ റോള് അവർ നിർവഹിച്ചിട്ടുണ്ട്. കാരണം 10-35 വർഷക്കാലമായി CPMൻ്റെ ഹാർഡ് കോർ മെമ്പർമാരായും നേതാക്കളായും വിശ്വസ്തരായും പ്രവർത്തിച്ചവരാണവർ. ഇപ്പോൾ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അവരിലൂടെ പുറത്ത് കണ്ടുവന്നേ ഉള്ളൂ. ഇവർ മാത്രമല്ല, ഒരുപാട് പ്രവർത്തകർ CPM വിട്ട് CPMൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരായി അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അത് വോട്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ UDFൽ എപ്പോഴും അധികമായി ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിലേതെങ്കിലും തരത്തിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്? ഒരു സാധ്യതയില്ല. കാരണം പാലക്കാട് ഒരു മതേതര മനസ്സുള്ള മണ്ണാണ്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ അറിയാം, ഇതിലും വലിയ ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കുകയും അത് ഇന്നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷമൊന്നോ ന്യൂനപക്ഷമൊന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും സുരക്ഷിതമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരും പരസ്പരം എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നവരുമാണ്. ഇപ്പോൾ കേരളത്തിന് തന്നെ മാതൃകയായ പാലക്കാട് ഒരിക്കലും ഒരു വർഗീയ പാർട്ടിക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യവുമില്ല. മതേതര മുന്നണി ശക്തമായത് UDFൻ്റെയാണ്. അത് നന്നായി തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട്. അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കോങ്ങാട് UDF ജയിക്കും. ഭൂരിപക്ഷം കണക്കാക്കാൻ പറ്റുമോ? അതൊക്കെ നാളെ ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും, അതിപ്പോൾ ഓരോ മണ്ഡലത്തിലും നല്ല ഭൂരിപക്ഷത്തിനും ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാലക്കാട് ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ, അട്ടിമറി വിജയം 100% ഉറപ്പിച്ചോളും. പാലക്കാട് ജില്ലയിൽ പരമ്പരാഗതമായി CPM ജയിച്ചിരുന്ന മണ്ഡലങ്ങൾ പലതും ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെടും. ജനങ്ങൾ അതിന് തയ്യാറായിട്ടുള്ള വിധിയെഴുത്ത് നടത്തിയെന്നാണ് ജനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ബാലറ്റ് പേപ്പർ മെഷീനിൽ തകരാറ് വരുത്തിയിട്ടോ കൃത്രിമം വരുത്തിയിട്ടല്ല. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളിൽ പാർട്ടി അനുഭാവികൾ, അംഗങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള പല മണ്ഡലവും LDFൻ്റെ നഷ്ടപ്പെടും, UDF നേടും. ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതിനെല്ലാം മറികടന്നാണ് വീണ്ടും ലോക്സഭയിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അല്ല, ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒരുപോലെയല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത്യപൂർവമായ സന്ദർഭത്തിൽ മാത്രമാണ് സെയിം പാറ്റേൺ വന്നിട്ടുള്ളത്. ഭൂരിപക്ഷം സമയത്തും വ്യത്യസ്തമായ നിലപാടെടുത്തത്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിനെ ഏറ്റവും കൃത്യമായി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം 10 വർഷമായിട്ട് അനുഭവിച്ച ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാന്ന് പറഞ്ഞത്. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്ന ഈ പാർട്ടി തന്നെ ഭൂമുഖത്തില്ലാതാവും. അതുകൊണ്ട് ഈ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഇതുമായിട്ട് കൂട്ടിക്കഴിക്കേണ്ട കാര്യമില്ല. ഇത്തവണ ഞങ്ങൾ പറഞ്ഞല്ലോ, 12 സീറ്റിൽ കഴിഞ്ഞ തവണ 2 സീറ്റാണ് ലഭിച്ചത്. ഇത്തവണ ഭൂരിപക്ഷം സീറ്റ് പാലക്കാട് ജില്ലയിൽ UDFനായിരിക്കും.
നാളെ ഈ സമയമാകുമ്പോൾ അറിയാലോ. അതിനൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലോ. മുമ്പ് നിങ്ങൾ സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെന്താ പ്രസക്തി ഉള്ളത്? ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, നല്ല പോരാട്ടം നടന്നിട്ടുണ്ട്. കോങ്ങാട് ഞങ്ങൾ വിജയിക്കുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ്. ഒരു അട്ടിമറി വിജയം കോങ്ങാടുണ്ടാവും, അത് എഴുതി വെച്ചോളൂ. അതിപ്പോൾ പാർട്ടിയും മുന്നണിയും തീരുമാനിക്കേണ്ടത് എവിടെ നിന്നൊക്കെയാണ് മന്ത്രി വേണ്ടത്, ആരൊക്കെയാണ് മന്ത്രി വേണ്ടത്. UDF അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി ആരാവണമെന്നുള്ളതാണ് ചർച്ചകൾ. അപ്പോൾ ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാരനായ ഒരു നേതാവ് മുഖ്യമന്ത്രിയാവും. കൂടുതൽ താല്പര്യം എല്ലാവരോടും താല്പര്യമാണ്. ഏത് കോൺഗ്രസ് നേതാവാണെങ്കിലും അവരോട് കോൺഗ്രസ്സിലെ കേരളത്തിലുള്ള മുഴുവൻ പേർക്കും താല്പര്യമാണ്. പിന്നെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയെന്ന് വരും. ഒരു ജനാധിപത്യ പാർട്ടിയുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കില്ലല്ലോ. ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെന്താവും അവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചോ. ഇതിൽ അഭിപ്രായമൊക്കെ പറയും, അതൊന്നും കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ UDF കൂടും, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൂടും, അഭിപ്രായ സ്വരൂപീകരണം നടത്തും. അതിൻ്റേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ ആ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാവും, ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാവും. എംപിക്ക് കോൺഗ്രസ്സുകാരോട് താല്പര്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് നേതാവാണെങ്കിലും MP അല്ല ഏതൊരു പ്രവർത്തകനും അംഗീകരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന അഭിപ്രായമൊന്നും ഒരു വിഷയമായിട്ട് മാറില്ല. കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. ആ ഭരണമാറ്റം വരുമ്പോൾ ഓരോ മുന്നണിക്കും ഓരോ പാർട്ടിക്കും ഓരോ പ്രോസസ്സുണ്ട്, അറിയാലോ. നിയമസഭ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളെ അവരുടെ അഭിപ്രായം കേട്ട് അന്തിമമായി ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുക കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ 100% ഒരുമിച്ച് ഒറ്റക്കെട്ടായി 5 വർഷം ഏറ്റവും നല്ല ഭരണം, സൽഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അത് പാർട്ടിയല്ലേ തീരുമാനിക്കുക. ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടല്ലോ. ആ ജനാധിപത്യ സംവിധാനത്തിൽ നിങ്ങൾക്കറിയാം, നേരത്തെ മത്സരിക്കണമെന്നുണ്ടോ, അങ്ങനെ നിയമമുണ്ടോ? മത്സരിച്ച് ജയിച്ച ആളെ MLA ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അതിൽ നിന്നും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതല്ലാതെ തന്നെ ഇതിനു മുമ്പും മന്ത്രി ആയിട്ടുള്ള ആളുകളുണ്ട്, പല പാർട്ടിയിലുണ്ട്. 6 മാസത്തിനുള്ളിൽ MLA ആയാൽ മതിയെന്നുണ്ട്. ഇതെല്ലാം പാർട്ടിയാണ് പരിഗണിക്കുക. അത് ഞങ്ങളുടെ അഭിപ്രായത്തിനൊന്നും ഇതിൽ യാതൊരു പ്രസക്തിയില്ല. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന പുകമറകളാണ്, ഊഹാപോഹങ്ങളാണ്. അതിനെങ്ങനെ എനിക്ക് മറുപടി പറയാൻ പറ്റും? ഓക്കെ.